ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് 3 ദിവസത്തെ പര്യടനത്തിനായാണ് മെസ്സി ഇന്ത്യയിലെത്തുന്നത്. മെസ്സിക്കൊപ്പം അർജന്റീന താരം റോഡ്രിഗോ ഡീപോൾ, ലൂയിസ് സുവാരസ് എന്നിവരും ഉണ്ടാകും. ഇന്ന് അർദ്ധരാത്രിയോടെ കൊൽക്കത്തയിൽ വിമാനമിറങ്ങുന്ന മെസ്സി ഹൈദരാബാദ്, മുംബൈ, ഡൽഹി എന്നീ നഗരങ്ങളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ശതാദ്രു ദത്ത ഇനീഷ്യേറ്റീവിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗോട്ട് ഇന്ത്യ ടൂർ 2025 പരിപാടിക്കായാണ് മെസ്സി ഇന്ത്യയിലെത്തുന്നത്. ദുബായിൽ നിന്ന് ഇന്ന് അർദ്ധരാത്രി കൊൽക്കത്തയിൽ വിമാനമിറങ്ങുന്ന മെസ്സി നാളെ രാവിലെ ആരാധകരുമായുള്ള മുഖാമുഖത്തോടെയാണ് ഇന്ത്യയിലെ പരിപാടികൾക്ക് തുടക്കമാകുന്നത്. മെസ്സിയെ സ്വാഗതം ചെയ്യാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കൊൽക്കത്തയിൽ മെസ്സിക്കായി ഒരു വീടും നിർമ്മിച്ചു. ഈ വീട് എല്ലാവർക്കും കാണാനാകും. സാൾട്ട് ലേക്ക് നഗരത്തിലെ യുവഭാരതി സ്പോർട്സ് കോംപ്ലക്സിൽ നിന്ന് വെറും 100 മീറ്റർ അകലെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മെസ്സിയുടെ മിയാമിയിലെ വീടിന്റെ ഒരു പകർപ്പാണിത്. അർജന്റീനിയൻ ഫുട്ബോൾ ഫാൻ ക്ലബ് ഓഫ് കൊൽക്കത്തയാണ് ഇക്കാത്താൻ സാംസ്കാരിക സമുച്ചയത്തെ മെസ്സിയുടെ വീടാക്കി മാറ്റിയത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ മെസ്സിയുടെ മിയാമിയിലെ വീട് പോലെ തോന്നുമെങ്കിലും അകത്ത് ഒരു മ്യൂസിയമാണ്. ഐതിഹാസിക ലാ ലിഗ കിരീടം, ചാമ്പ്യൻസ് ലീഗ് കപ്പ്, കോപ്പ അമേരിക്ക, ലോകകപ്പ് ട്രോഫികൾ, ബാലൻഡിയോർ ഗോൾഡൻ ബൂട്ട് എന്നിവയെല്ലാം അവിടെ പ്രദർശനത്തിനായുണ്ട്. ഒരു മ്യൂസിയമായി രൂപകൽപ്പന ചെയ്ത വീടിന്റെ മേൽക്കൂര 896 ഫുട്ബോളുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ഫുട്ബോളും മെസ്സിയുടെ കരിയറിലെ ഓരോ ഗോളിനെ പ്രതിനിധീകരിക്കുന്നു. മെസ്സിയുടെ 2 പതിറ്റാണ്ട് നീണ്ട ഫുട്ബോൾ ജീവിതത്തിലെ പ്രത്യേക നിമിഷങ്ങൾ ഒരു ലൂപ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരു വലിയ LED സ്ക്രീനാണ് റെപ്ലിക്ക ഹൌസിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. മെസ്സിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സിംഹാസനവും നിർമ്മിച്ചിട്ടുണ്ട്. മെസ്സി ഈ റെപ്ലിക്ക ഹൌസിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹോള മെസ്സി ഫൺ സോൺ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. മെസ്സിയുടെ വീട് രാവിലെ 10 മുതൽ രാത്രി 10 വരെ തുറന്നിരിക്കും. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെയാണ് സന്ദർശന സമയം. മെസ്സി ആരാധകർക്കായി സംവാദങ്ങൾ, ക്വിസുകൾ, മെമ്മറി ഗെയിമുകൾ എന്നിവ ഉണ്ടായിരിക്കും. ഉച്ചകഴിഞ്ഞ് മെസ്സിയുടെ വീട് വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെ കാണാൻ കഴിയും. നാളെ രാവിലെ 10:30 കൊൽക്കത്തയിൽ മെസ്സി സ്വന്തം പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതാണ് പ്രധാന പരിപാടി. 70 അടി ഉയരത്തിലുള്ള കൂറ്റൻ പ്രതിമയാണ് തയ്യാറായിട്ടുള്ളത്. പ്രദർശന മത്സരത്തിന് ശേഷം ഹൈദരാബാദിലേക്ക് പോകും. അവിടെ രാത്രിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഞായറാഴ്ച വൈകുന്നേരം മുംബൈയിൽ പ്രദർശന മത്സരത്തിൽ പന്തുതട്ടും. ഫാഷൻ ഷോയിലും പങ്കെടുക്കും. എന്നാൽ മെസ്സിയെ ലേക്ക് ടൗണിലേക്ക് കൊണ്ടുപോകുന്നില്ല. സുരക്ഷ കണക്കിലെടുത്ത് അർജന്റീനിയൻ സൂപ്പർ സ്റ്റാർ ബൈപ്പാസിലെ ഒരു ഹോട്ടലിൽ നിന്ന് വിർച്വലായി പ്രതിമ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സുജിത് ബസു ചടങ്ങിൽ പങ്കെടുക്കും. മെസ്സിയുടെ സുരക്ഷയും ജനങ്ങളുടെ സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ് കൊൽക്കത്ത പോലീസ് അദ്ദേഹത്തെ ലേക്ക് ടൗണിലേക്ക് കൊണ്ടുപോകാൻ വിലക്കുന്നത്. മെസ്സി രാവിലെ 11 മണിക്ക് യുവഭാരതിയിലെത്തും. തുടർന്ന് ഷാരുഖ് ഖാൻ, മമതാ ബാനർജി, സൗരവ് ഗാംഗുലി, ലിയാൻഡർ പേസ്, അഭിഷേക് ബാനർജി എന്നിവർ ഓരോരുത്തരായി എത്തും. മെസ്സി തുറന്ന ജീപ്പിൽ യുവഭാരതി ചുറ്റി സഞ്ചരിക്കും. തിങ്കളാഴ്ച പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇത് 2ാം തവണയാണ് മെസ്സി ഇന്ത്യയിലെത്തുന്നത്. 2011 വെനിസ്വലയ്ക്കെതിരെ കൊൽക്കത്തയിൽ സൗഹൃദ മത്സരം കളിച്ചിരുന്നു. മെസ്സി ഇന്ത്യ സന്ദർശിക്കുക മാത്രമല്ല, അദ്ദേഹം ലോക ചരിത്രം കുറിക്കുകയാണ്. കൊൽക്കത്തയിലെ ലേക്ക് ടൗണിൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള കൂറ്റൻ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതോടെ ഒരു ഫുട്ബോളറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായിരിക്കും ഇത്. കൂടാതെ ഇത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടും. 8 വർഷം മുൻപ് ഡീഗോ മറഡോണ സ്വന്തം പ്രതിമ ഇതേ സ്ഥലത്ത് വെച്ച് അനാച്ഛാദനം ചെയ്തിരുന്നു. ഇപ്പോൾ മെസ്സിയും ആ ഇതിഹാസങ്ങളുടെ നിരയിൽ ചേരുന്നു. അതേസമയം അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന്റെ നായകൻ ലയണൽ മെസ്സി കേരളത്തിൽ കളിക്കാനായി നവംബറിലെത്തുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. നവംബർ 10-നും 25-നും ഇടയിൽ മത്സരം നടത്താൻ ആലോചിക്കുന്നു എന്ന തരത്തിലായിരുന്നു പ്രചരണങ്ങൾ. എന്നാൽ പിന്നീട് എത്തില്ലെന്ന് സ്ഥിരീകരിച്ചു. നവംബറിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന മത്സരം മാറ്റിവെച്ചതായി സ്പോൺസർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. മെസ്സി ഇന്ത്യയിലെത്തുന്നതോടെ കാൽപന്തിന്റെ മിശിഹ അധികം വൈകാതെ കേരളത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.